K2 ഡിജിറ്റൽ സർവകലാശാലകളിൽ സ്ഥിരം വിസി നിയമനം ഉടൻ വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. സ്ഥിരം വിസി നിയമനത്തിൽ സർക്കാരും ഗവർണറും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രത്യേകമായി തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. പുതിയ വിസിമാരെ നിയമിക്കുന്നതുവരെ നിലവിലുള്ള താൽക്കാലിക വിസിമാർ തുടരുന്നതിൽ വിജ്ഞാപനമിറക്കാൻ ചാൻസലറോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ഷപ്ന, ഈ സ്ഥിരം വിസിമാരെ എപ്പോഴേക്കും നിയമിക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? K2 ഡിജിറ്റൽ സർവകലാശാലകളിൽ സ്ഥിരം വിസിമാരെ നിയമിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടുന്ന നടപടിയെടുക്കണം. സ്ഥിരം വിസി നിയമനത്തിൽ സർക്കാരും ഗവർണറും യോജിച്ച് പ്രവർത്തിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പല സർവകലാശാലകളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ വല്ലാത്ത ഭിന്നത നിലനിൽക്കുന്നത് നമുക്കറിയാം. കേരളത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഇതിന് തുടക്കം കുറിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ വിസിമാരെ നിയമിക്കുന്നതുവരെ നിലവിലുള്ള താൽക്കാലിക വിസിമാർ തുടരുന്നതിൽ വിജ്ഞാപനമിറക്കാൻ ചാൻസലറായ ഗവർണറോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഷപ്ന ചേരുന്നു. ഷപ്ന, സുപ്രീം കോടതി എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു? എപ്പോഴേക്കും സ്ഥിരം വിസിമാരെ നിയമിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? രശ്മി, എത്രയും വേഗം സ്ഥിരം വിസിമാരുടെ നിയമനം നടത്തണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. ഈ കുട്ടികളുടെ ഭാവി വെച്ച് ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കരുത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഗവർണർ നൽകിയ അപ്പീലാണ് കോടതി പരിഗണിച്ചത്. ഈ ഗവർണർ നൽകിയ അപ്പീലിൽ കൃത്യമായി പറയുന്നത് ഈ K2 ഡിജിറ്റൽ സർവകലാശാലയിൽ ഈ നിയമനം നടത്തുന്നത് സർക്കാരിന്റെ പാനലിൽ വേണം എന്ന് ആയിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതുപോലെ ഗവർണർ നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇത് നിയമവിരുദ്ധമാണ് എന്നായിരുന്നു ഗവർണറുടെ വാദം. എന്നാൽ ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിനുള്ള വേദിയാക്കരുത് സർവകലാശാലകൾ. വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിഷയങ്ങൾ കോടതിയിൽ എത്തുന്നത് തന്നെ തടയേണ്ടതാണ്. വിസി നിയമനത്തിലെ പ്രശ്നങ്ങൾ സർവകലാശാലയുടെ നടത്തിപ്പിനെ ബാധിക്കും എന്ന് ഹൈക്കോടതി തന്നെ അതിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നതാണ്. രാജ്യത്തെ വിദ്യാർത്ഥികൾക്കായി തീരുമാനം എടുക്കണം. പെട്ടെന്ന് തന്നെ ഇതിൽ സ്ഥിരം വിസി നിയമനത്തിനായുള്ള നടപടികൾ ചാൻസലറും സർക്കാരും യോജിച്ച് പ്രവർത്തിച്ച് ഇത്തരത്തിൽ സ്ഥിരം വിസിമാരെ നിയമിക്കണം. വിദ്യാർത്ഥികളുടെ ഭാവിക്കായി ചാൻസലറും സർക്കാരും കൈകോർക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ കേസിൽ സംസ്ഥാനത്തിന്റെ വാദം ഏത് തരത്തിലായിരുന്നു? ഈ സ്ഥിരം വിസിമാരെ ഉടൻ നിയമിക്കുന്നതിൽ സർക്കാരിന് മുന്നിൽ മറ്റെന്തെങ്കിലും നിയമ തടസ്സങ്ങളുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് ഈ താൽക്കാലിക വിസിമാരെ നിയോഗിച്ചത് സംസ്ഥാനം? അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് തന്നെ വലിയ നിരീക്ഷണം നടത്തിയിരുന്നു. കാരണം 13 സർവകലാശാലകൾ ഉള്ളതിൽ 12ലും താൽക്കാലിക വിസിമാരാണ് ഉള്ളത്. സ്ഥിരം വിസിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നു എന്ന് ഹൈക്കോടതി തന്നെ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചത് 2 സർവകലാശാലയിലും വിസി നിയമനത്തിന് ചാൻസലറായി സഹകരിക്കുന്ന രീതിയിൽ ഒരു സംവിധാനം രൂപീകരിക്കാൻ സർക്കാരിനോട് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ താൽക്കാലിക വിസിമാരെ ഇങ്ങനെ നിയമിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് സുപ്രീം കോടതിയും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചില കാരണങ്ങളാൽ പ്രത്യേക താല്പര്യപ്രകാരമോ മറ്റോ ആകാം സംസ്ഥാന സർക്കാർ ഏതായാലും സ്ഥിരം വിസിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല എന്ന് ഹൈക്കോടതി തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്ഥിരം വിസിമാരെ നിയമിക്കാൻ ചാൻസലറോട് സർക്കാർ സഹകരിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ചാൻസലർ ഇക്കാര്യത്തിൽ സഹകരിക്കുമെന്ന് കരുതുന്നു എന്ന് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രശ്നം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് സർക്കാരും അതോടൊപ്പം തന്നെ ഗവർണറും മനസ്സിലാക്കണം, ചാൻസലറും മനസ്സിലാക്കണം എന്ന് പറയുന്നു. സ്ഥിരം വിസിയെ നിയമിക്കുന്നതുവരെ നിലവിലെ വിസിമാർ തുടരുന്നതിന് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ചാൻസലറോട് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 2 യൂണിവേഴ്സിറ്റികൾ, അതായത് K2 ഡിജിറ്റൽ സർവകലാശാലയിൽ പുതിയ വിസിമാരെ നിയമിക്കുന്നതുവരെ ഇപ്പോഴുള്ള നിലവിലുള്ള 2 പേരെ തുടരുന്നതിന് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാനാണ് ഇപ്പോൾ അന്തിമമായി കോടതി പറഞ്ഞിട്ടുള്ളത്. സർക്കാരും ഗവർണറും തമ്മിൽ ഇതിന് തുടക്കം കുറിക്കണം സ്ഥിരം വിസിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ എന്നും കോടതി പറഞ്ഞു വെക്കുന്നു. പുതിയ K2 ഡിജിറ്റൽ സർവകലാശാലകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കേരള സർവകലാശാല അടക്കം ഉള്ള ഇടങ്ങളിൽ സ്ഥിരം വിസി അല്ല ഉള്ളത്, താൽക്കാലിക വിസി ആണുള്ളത്. ഈ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് വളരെ കുറച്ചിടങ്ങളിൽ മാത്രമാണ് സ്ഥിരം വിസി ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോൾ മറ്റ് സർവകലാശാലകളിലേക്കും ഈ പറയുന്ന നിർദ്ദേശങ്ങൾ ബാധകമാകില്ല. ഉടൻ തന്നെ സ്ഥിരം വിസിമാരെ മുഴുവൻ സർവകലാശാലകളിലേക്കും സർക്കാരിന് നിയമിക്കേണ്ടി വരില്ലേ?
തീർച്ചയായും. കാരണം സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഈ താൽക്കാലിക VC-മാർ വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകരുത്. അതുകൊണ്ട് തന്നെ സ്ഥിരം VC-മാരെ നിയമിക്കുന്ന കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം. സർക്കാരും ഗവർണറും സമവായത്തിലെത്തണം എന്ന വാക്കാണ് സുപ്രീം കോടതി ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരുമായി ചാൻസലർ സഹകരിക്കണം. ആര് അധികാരം വിനിയോഗിക്കുന്നു എന്ന തർക്കമല്ല പ്രധാനം. സർവകലാശാലകളും വിദ്യാർത്ഥികളുമാണ് പ്രധാനം. സ്ഥിരം VC നിയമനത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. സ്ഥിരം VC നിയമനത്തിനായി പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണം. ഗവർണറുടെ അപ്പീൽ ഇതിന് 2 ആഴ്ചയ്ക്ക് ശേഷം കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനുള്ളിൽ ഇപ്പോഴുള്ള താൽക്കാലിക VC-മാരെ, അതായത് KTU ഡിജിറ്റൽ സർവകലാശാലയിലെ 2 താൽക്കാലിക VC-മാരെ നിയമിക്കുന്നതിന്, അതായത് അവർക്ക് തുടരുന്നതിന്, സ്ഥിരം VC-മാർ വരുന്നത് വരെ അവർക്ക് തുടരുന്നതിന് പുതിയ വിജ്ഞാപനം ഇറക്കാനും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. പുതിയ VC-മാരെ നിയമിക്കുന്നത് വരെയാണ് ഈ 2 സീസ തോമസ് അടക്കമുള്ള 2 VC-മാർക്ക് താൽക്കാലികമായി തുടരാവുന്ന സാഹചര്യം ഇപ്പോഴുള്ളത്. ഇതിനായി ചാൻസലർ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ശരി ഷപ്ന, സുപ്രീം കോടതിയുടെ നിർണായകമായ ഇടപെടലാണ് വന്നിരിക്കുന്നത്. സ്ഥിരം VC-മാരെ സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാരിന് നിയമിക്കേണ്ടി വരും. താൽക്കാലിക VC-മാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും, അവരെ മാറ്റേണ്ടി വരും. സ്ഥിരം VC-മാരെ നിയമിക്കണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതിൽ ഗവർണറുമായി സമവായമുണ്ടാക്കണം എന്നും പറഞ്ഞിരിക്കുകയാണ്.